ഗുഡ് ഈവനിങ് എവരി വൺ. ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നല്ലേ നമ്മൾ നിഫ്റ്റീനെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിഫ്റ്റീനെ ഈവൻ 22,500 550 ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടും നല്ലൊരു ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്തിട്ടും നിഫ്റ്റി പിന്നെയും അവിടുന്ന് താഴേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി മാക്സിമം കൊടുത്തത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ലാസ്റ്റത്തെ ഇതിൽ 47,500 ആ ലെവൽ ഓൾറെഡി ഇന്നത്തെ ലൈവ് ട്രേഡിൽ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു 47,500 എന്ന ലെവൽസ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് മേളിലേക്ക് പോകാം. ഇന്നലെയും ഓൾറെഡി ഞാൻ നമ്മൾ വീഡിയോയിൽ അത് എക്സാക്റ്റ് അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് കറക്റ്റായിട്ട് ബാങ്ക് നിഫ്റ്റി ഒന്നും എടുത്തു. ആൻഡ് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഏകദേശം ഒരു റിവേഴ്സ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല പോസിറ്റിവിറ്റി കാണാൻ കഴിയുന്നുണ്ട്. അത്രയും നല്ല ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നിഫ്റ്റി മേ ബി ഇനിയൊരു 23K നമുക്ക് കാണാൻ പറ്റാവുന്ന ലെവൽസിലേക്ക് നിഫ്റ്റി പോകുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം. ഈവൻ ബാങ്ക് നിഫ്റ്റിയും ആ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലേക്ക് വന്നത് നിഫ്റ്റി IT ബുള്ളിഷാണ്, റിലയൻസ് ബുള്ളിഷാണ്, അങ്ങനെ മിക്കതും ബുള്ളിഷായിരുന്നു. എന്നിട്ട് പോലും ഒരു പമ്മയായിരുന്നു. ഇത്രയും ബാങ്ക് നിഫ്റ്റിയാണ് നല്ലോണം താഴേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബട്ട് നമുക്കറിയാം, നമുക്ക് ആ നല്ലൊരു സപ്പോർട്ട് ലെവൽ ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തു. അവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി നല്ലൊരു റിവേഴ്സ് ക്യാൻഡിൽ പാറ്റേൺ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളൊക്കെ ട്രേഡ് എടുക്കുക. എല്ലാ ദിവസവും ലൈവ് ട്രേഡിങ്ങിൽ വരുന്നുണ്ട്. നിങ്ങൾ ലൈവ് ട്രേഡിങ്ങിൽ വന്നെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ബിലാലും പിന്നെ അതുപോലെ 2-3 പേരൊക്കെ വന്ന് ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ട്രേഡ്സ് ഓപ്പർച്യൂണിറ്റി വന്നാൽ നമുക്ക് ലിമിറ്റഡ് ലോസ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ആ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതുപോലെ ട്രെൻഡ് അനാലിസിസ് നോക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം. അത് നമുക്ക് പരസ്പരം അത് മനസ്സിലാക്കാം. ഈസി ആയിട്ടത് നമുക്ക് മനസ്സിലാക്കി തരാം. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ലൈവ് ട്രേഡിങ്ങിൽ വന്നാൽ ഈസി ആയിട്ട് അത് നോക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം, ആ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇതിൽ നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും ഈസി ആയിട്ടാക്കാം. അപ്പോൾ ലൈവ് ട്രേഡിങ് നിങ്ങൾ നിങ്ങൾക്കൊരു നല്ല സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ, സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈവ് ട്രേഡിങ് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ അതിലെന്തായാലും അതിൻ്റെ ഒരു ഇത് ഡെഫിനറ്റ്ലി അത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അത് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊന്ന് നോട്ടിഫൈ ചെയ്താൽ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ചാനലിൻ്റെ ലൈവ് ട്രേഡിങ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും നല്ല കമൻസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി നമ്മൾ ഒരുപാട് ടൈം കളയുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ അനാലിസിസ് നടത്തിയേക്കാം. ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ എന്തായാലും ടെലിഗ്രാം ചാനലിൻ്റെ അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഡെയിലി ഒരു ഇൻട്രാഡേ അനാലിസിസ് ഒന്ന് നോക്കിയേക്കാം. ഇൻട്രാഡേ അനാലിസിസിൽ നമുക്കൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. ടെലിഗ്രാം ചാനലിൽ ഞാൻ അതും കൊടുക്കുന്നുണ്ട്. ഇതൊരു നല്ല കൺസോൾട്ടേഷൻ റേഞ്ച് ആയിരുന്നു. പയ്യെ നിഫ്റ്റി ആ കൺസോൾട്ടേഷൻ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് കാണാം. ഈവൻ അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. എത്ര തവണ റെസിസ്റ്റൻസ് എടുക്കുന്നു. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു റെസിസ്റ്റൻസ്. ഇവിടെയും ബ്രേക്ക് ചെയ്യാൻ അത്രയും റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്തത്. ഇവൻ 22,500 നേരത്തെ മുതൽ നമുക്ക് നല്ല റെസിസ്റ്റൻസ് തന്ന ഏരിയ ആയിരുന്നു. അത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 22,500 ഈവൻ ഇപ്പോൾ 22,550 ഓൾമോസ്റ്റ് 22,600 ലെവൽസിലായിരുന്നു എന്താണ് നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് തന്നത്. ഇപ്പോൾ ആ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു. നല്ലൊരു ക്യാൻഡിൽ അതിൻ്റെ മേളിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ബട്ട് ആവറേജ് ക്ലോസിങ്ങിൽ 22,600 കുറച്ച് താഴെ. ബട്ട് അത് ആവറേജ് ക്ലോസിങ് മാത്രമാണ്. എന്തായാലും അതത്ര ഇതാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ്. ആൻഡ് ഡിമാൻഡ് സോൺ സപ്ലൈ സോണിനെ പറ്റിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയാനുള്ളത്. ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ബട്ട് ലാസ്റ്റ് ആയപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നാളത്തേക്കുള്ള ഒന്ന് OA ചെക്ക് ചെയ്ത്
നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് കാണുന്നത്, ഒരു 22,600 സ്റ്റാഡിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വലിയ മീൻസ് കോൾ റൈറ്റിംഗ് ഒന്നും എവിടെയും കാണുന്നില്ല അല്ലേ. ഈവൻ 22,800 മാത്രമാണ് ആ കോൾ റൈറ്റിംഗ് ഉള്ളൂ. പിന്നെ നല്ല ലാർജ് കോൾ റൈറ്റിംഗ് വന്നത് 23,000 ആൻഡ് 22 ഇവിടെ കാണും 22,500 നമുക്ക് എന്താണ് കോൾ അൺവൈൻഡിങ് കാണുന്നുണ്ട്, പോസിറ്റീവാണ്. ആൻഡ് പുട്ട് റൈറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ കോൾ അൺവൈൻഡിങ് ഇനിയും അൺവൈൻഡ് വന്നതാണെങ്കിൽ എന്താക്കും, സ്ട്രൈക്കും കയറി പോകും. മീൻസ് അടുത്ത സ്ട്രൈക്കിലേക്ക് 22,700 800 ബിക്കോസ് 800 ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നല്ല ഒരു കോൾ റൈറ്റിംഗ്, അതായത് മീൻസ് നിയറസ്റ്റ് കോൾ റൈറ്റിംഗ് വരുന്നത് 22,800 അത് മീൻസ് പിന്നെ 22,650 നമുക്ക് പുട്ട് റൈറ്റിംഗ് ബിൽഡ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് നല്ല പോസിറ്റീവ് കാര്യങ്ങളാണ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. 22,600 സ്റ്റാഡിൽ 22,500 നമുക്ക് കോൾ അൺവൈൻഡിങ് ഉണ്ട്. പുട്ട് നമുക്ക് കുറച്ചും കൂടി പുട്ട് റൈറ്റിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കുക. അവിടെ മീൻസ് പുട്ട് റൈറ്റിംഗ് കയറി വരുന്നുണ്ട്. ആൻഡ് 22,800 നമ്മൾ ഒരു ചെറിയ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്കൊന്ന് റെസിസ്റ്റൻസ് ഉണ്ട്, ബട്ട് 23,000 അത്ര ഇല്ലാത്തതുകൊണ്ട് ഒരു സ്ലൈറ്റ് റെസിസ്റ്റൻസ് ആക്കാം. പിന്നെ നമുക്ക് 23,000 നല്ല ഹ്യൂജ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ അതാണ് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മീൻസ് നമ്മുടെ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി സെയിം തന്നെ. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ശരിക്കും നിഫ്റ്റിനെ മീൻസ് ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു, ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നിട്ടും ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഡിമാൻഡ് സോണിലേക്ക് പോയി. പിന്നെ ഡിമാൻഡ് സോൺ ബ്രേക്ക് ഔട്ട് തന്നു, റീടെസ്റ്റ് തന്നു. ഇത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി നല്ലൊരു ലെവലാണ്. ഞാൻ ഓൾറെഡി ടെലഗ്രാം മീൻസ് ലൈവിൽ വന്നവർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പോൾ ഈ ലോ ബ്രേക്ക് ചെയ്തു, പിന്നെ അവിടെ റീടെസ്റ്റ് വന്നു, പിന്നെ അവിടെ നിന്ന് ലോ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഓൾറെഡി അതും പറഞ്ഞായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഇനിയും ലോയിലേക്ക് വരാനുള്ള ചാൻസൊക്കെ ഹ്യൂജായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അതും ടെലിഗ്രാമിൽ മീൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒന്ന് താഴേക്ക് വന്നിട്ടാണ് പിന്നെ നമുക്കെന്താ നമ്മൾ ആ ലാസ്റ്റത്തെ 3 o'clock ആണ് ശരിക്കും ആ ഒരു ബയങ് വന്നത്. ഇവൻ അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഡേ ലോ സപ്പോർട്ട് എടുത്ത് ഒന്ന് ഓൾമോസ്റ്റ് പിന്നെ ആ 2 തവണ ഈ ഒരു റെസിസ്റ്റൻസിന് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ലാസ്റ്റ് ആ 47,500 ടെസ്റ്റ് ചെയ്യുന്നു, പുൾ ബാക്ക് ഈസി ആയിട്ട് പുൾ ബാക്ക് കിട്ടുന്നു. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ആൻഡ് ഇൻട്രാഡേ പെർഫോമൻസ് അങ്ങനെയായിരുന്നു ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് നെക്സ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ മീൻസ് എക്സ്പയറി ആയിരുന്നു, സൂപ്പർ എക്സ്പയറി ആയിരിക്കണം. 0 ഹീറോ ട്രേഡൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടാവണം. മീൻസ് എങ്ങനെ എടുക്കും എല്ലാവരും ഇങ്ങനെ എടുത്തു ആഫ്റ്റർ 3 o'clock ആയതുകൊണ്ട് മാക്സിമം എത്ര പേര് അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ലെവൽസിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് ബാങ്ക് നിഫ്റ്റി ഒന്ന് അനലൈസ് ചെയ്യാം ഓപ്പൺ ഇൻട്രസ്റ്റിൽ. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഫോർ നെക്സ്റ്റ് വീക്കാണ് നമുക്ക് ഇനി അത് 48 നമുക്ക് മാക്സിമം സ്റ്റാഡിൽ ഫോർമേഷൻ വിത്ത് റെസിസ്റ്റൻസ് സ്റ്റിൽ അത് കാണിക്കുന്നുണ്ട്. ആൻഡ് 48,500 ഒരു കോൾ റൈറ്റിങ്ങും കാണാം. അവിടെ 47,500 ഒരു ചെറിയ പുട്ട് റൈറ്റിംഗ്. അപ്പോൾ മാക്സിമം ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ നമുക്ക് 47,800 ആ സ്റ്റാഡിൽ ഫോർമേഷനാണ്. പിന്നെ 47,500 എന്ന ലെവലും 48,300 ഈ ലെവലാണ് ബാങ്ക് നിഫ്റ്റി കുറേ നാളായിട്ട് ഇല്ലയെന്നുള്ളൂ. കുറേ നാളായിട്ട് മീൻസ് ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാം ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിക്ക് ഡെഫിനറ്റ്ലി മേളിലേക്ക് പോകാനുള്ള എല്ലാ ചാൻസും ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിക്ക് നെക്സ്റ്റ് ഒരു സഡൻ ഹഡിലായിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ 48 പിന്നെ അത് കഴിഞ്ഞിട്ട് 48,500 ആണ്. 48,500 നമുക്ക് ലാർജ് കോൾ റൈറ്റിംഗ് ഒന്നും കാണാനും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസും ഒക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ക്വിക്കായിട്ട് ഒന്ന് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ ഇന്നലെ നമ്മൾ FISനെ വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ചൊന്ന് ഡൗൺവേർഡ് ആയിരുന്നു. എക്സാക്റ്റ് നമുക്ക് ആ ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റ് ഇന്ന് മൊത്തം കാണാൻ കഴിഞ്ഞു. മീൻസ് വൺ സൈഡിലേക്ക് നിഫ്റ്റിയും ആൻഡ് ഡൗൺ മീൻസ് രണ്ട് സൈഡായിരുന്നു നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ. ആൻഡ് ഇന്ന് നമ്മൾ നോക്കണമെങ്കിൽ കുറച്ചും കൂടി ബുള്ളിഷായിട്ട് FIS ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ നിൽക്കുന്നു. ഡെയിലി ഇൻഡെക്സ് ഓപ്ഷൻസിൽ സ്ലൈറ്റ്ലി സെല്ലിങ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കൊടുക്കുന്നു. അവിടെ ചെറിയൊരു മിക്സഡ് ഒപ്പീനിയൻ ആൻഡ് ബൈയിങ് അവർ കുറച്ചും കൂടി കൂട്ടി വരുന്നു. ലോങ്ങിലേക്ക് കോൾ കുറച്ചും കൂടി വരുന്നു. അവർ പയ്യെ ആ ഒരു ലോങ് കോൾ അൺവൈൻഡിങ് ഫുള്ള് കഴിഞ്ഞു, ആ ഫോൾ കഴിഞ്ഞു, പിന്നെ ലോങ് കുറച്ച് കൂടി വരുന്നതായിരുന്നു. സ്റ്റിൽ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ദിവസം കുറച്ചിട്ട് ഇപ്പോൾ നമുക്ക് കുറച്ചൊന്ന് കൂടി വന്നതായിട്ട് കാണാം. ആൻഡ് സെല്ലിങ് കുറച്ച് വന്നു. അപ്പോൾ മിക്സഡ് ഒപ്പീനിയനാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് വെച്ചിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ചിട്ട് ഒരു മിക്സഡ് ഒപ്പീനിയനിലാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോ നോക്കാം. പ്രോ എങ്ങനെയുണ്ട്
ഉണ്ട് എന്ന് നോക്കാം. പ്രോന് വെച്ച് നോക്കാൻ നേരത്ത് പ്രോ ആ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു പ്രോ കാണുന്നത്. ബട്ട് ഇന്നത്തെ ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ നല്ല പോസിറ്റീവായിട്ട് കാണുന്നു. അവർ ലോങ്ങിലേക്കാണ് നിൽക്കുന്നത്. ബൈയിങ് വരുന്നുണ്ട്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബൈയിങ് വരുന്നുണ്ട്. അബ്സല്യൂട്ട് പോസിറ്റീവാണ്. സ്റ്റിൽ ഇവിടെയും നമുക്ക് കാണാം നല്ല രീതിയിൽ അവർ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പോസിറ്റീവാണ്. ആൻഡ് OI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അപ്പോൾ പ്രോ അബ്സല്യൂട്ട് പോസിറ്റിവിറ്റി പ്രോയിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് FISൻ്റെ ഭാഗത്ത് നിന്ന് മൈനസ് ജസ്റ്റ് ഒരു 680 സെല്ലിങ്ങും 960 ബൈയിങ് ആണ്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഇൻഡെക്സ് OI മീൻസ് ഏതിൽ ഇക്വിറ്റിയിൽ. അവിടെയും നമുക്ക് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും സ്റ്റിൽ കാണാനും കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 hour ടൈം ഫ്രെയിമിൽ വെച്ചിട്ടും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാമായിരുന്നു ഇൻട്രാഡേ. ഓക്കെ, അപ്പോൾ നല്ലൊരു ബുള്ളിഷ് ഇത് തന്നു. ഈവൻ നമുക്ക് ഇവിടെ ആയിരുന്നു നല്ല ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി കുറേ നാളായിട്ട് മീൻസ് കുറേ നാളെന്നല്ല, ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞ ദിവസം മുതൽ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തത്. ഈവൻ നല്ലൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടും ഈ ഒരു ലെവലിൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലെവലാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ലെവലാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഫോർമേഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു ലെവലിൽ നിന്നും മാർക്കറ്റ് എന്തായാലും ഇവിടെ നിന്ന് മേളിലേക്ക് തന്നെ പോകാനാണ് ചാൻസ്. മീൻസ് ഒരു ഓൾ ടൈം ഹൈയും നിയർ ടു ഓൾ ടൈം ഹൈയിലേക്കൊക്കെ വരാനുള്ള ഹെവി ചാൻസിലേക്ക് നിൽക്കുന്നു. എന്തായാലും ഫസ്റ്റ് ടാർഗറ്റ് 22,800 ലെവൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് അവിടെയും നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഈവൻ ഈ ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നിഫ്റ്റിയിൽ ഈവൻ ഇനി നമുക്കൊരു ഈ ഒരു ലോ 22,450 അല്ലെങ്കിൽ 400ൻ്റെയൊക്കെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നിഫ്റ്റി ഇനി ഒരു റിവേഴ്സ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിഫ്റ്റി ഒരു ലെവൽസിലൊക്കെ വെച്ചിട്ട് ഈവൻ നാളെയും നിഫ്റ്റിക്ക് ഓൾറെഡി നമ്മളൊരു ഹൈ ബ്രേക്ക് ചെയ്തതുകൊണ്ട് നിഫ്റ്റി നാളെ ഒരു മൂവ് തരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നിഫ്റ്റി എക്സ്പയർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിക്ക് നല്ലൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് അതുണ്ട്. നിങ്ങൾ മീൻസ് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അങ്ങനത്തെ കറക്റ്റ് SL ഒക്കെ ഫോളോ ചെയ്തിട്ട് മീൻസ് ലോങ്ങിലേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. എല്ലായിടത്തു നിന്നും നല്ല പോസിറ്റിവിറ്റിയാണ് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിക്കും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത മാതിരി ബാങ്ക് നിഫ്റ്റിയുടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇത്. ബിക്കോസ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലോ എടുത്തിട്ട് ഇവിടെ നിന്നൊരു ഹൈ ആണ് ബ്രേക്ക് ചെയ്ത് പോയത്. പിന്നെയും ആ ലോ വന്നു, പിന്നെ ആ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇത്. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്വിക്ക് റിവേഴ്സൽ സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ്. ബാങ്ക് നിഫ്റ്റി ഇവിടെ വരുന്നു, റിവേഴ്സ് വരുന്നു, ഓൾമോസ്റ്റ് ഇവിടെ വന്നിട്ട് പിന്നെയും റിവേഴ്സ് വരുന്നുണ്ട്, ഇവിടെ വന്നു പിന്നെയും റിവേഴ്സ് വരുന്നുണ്ട്. ഇനി നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിലും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി എന്തായാലും ഒരു റിവേഴ്സിങ് ഇതിലേക്ക് ബാങ്ക് നിഫ്റ്റി മാറാൻ ഓൾറെഡി ഒരു 1, 2, 3 മൂന്നാമത്തെ അറ്റംപ്റ്റ് വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീൻസ് എന്താ പറയുക നമ്മൾ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുമല്ലോ, 1, 2, 3 3 ബോട്ടം, അതായത് ടോപ്പ് ഉള്ള പോലെ തന്നെയാണ്. നമുക്ക് ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്നത്. ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ് ആ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്കിനി ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ഈവൻ 48,000 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്കും നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നല്ലൊരു ലിമിറ്റഡ് സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ആ ട്രേഡും നല്ല മനോഹരമാക്കുക എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. കൃത്യമായ ലെവൽസ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ലൈവ് മാർക്കറ്റ് ഉണ്ട്, ലൈവ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ അതും ക്ലിയർ ചെയ്യാം. ഏത് സ്ട്രാറ്റജീസിനെ പറ്റി സംസാരിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അപ്പോൾ ലൈവ് മാർക്കറ്റിലും കൂടി അറ്റൻഡ് ചെയ്യാൻ നോക്കുക നിങ്ങൾ വരുമ്പോൾ. മീൻസ് അതിനുവേണ്ടി നിങ്ങൾ എപ്പോഴാണോ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ വന്ന് ലൈവ് മാർക്കറ്റിൽ ജോയിൻ ചെയ്താൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തന്നെ നമുക്ക് പോവാം. ആൻഡ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ആദ്യം പറഞ്ഞ മാതിരി ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം മറക്കാണ്ടിരിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.